ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ബിസിനസ് സ്റ്റോറിയെക്കുറിച്ചാണ്. ഒരു വലിയ സ്വപ്നത്തിന്റെ ഉദയവും പിന്നീട് സംഭവിച്ച ദാരുണമായ തകർച്ചയുമാണ് നമ്മുടെ വിഷയം. ആ കമ്പനിയുടെ പേരാണ് ഓല ഇലക്ട്രിക്. ഒരു സാധാരണ സ്റ്റാർട്ടപ്പിൽ നിന്ന് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയെ മാറ്റിമറിക്കാൻ വന്ന ഓലയുടെ കഥ ഏതൊരു വ്യക്തിക്കും ഒരു പാഠപുസ്തകമാണ്. ഈ കഥയിലെ നായകൻ ഭവീഷ് അഗർവാളാണ്. ഓല ക്യാബ്സ് എന്ന ടാക്സി സേവനത്തിലൂടെ ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച യുവ ഓൺട്രപ്രണർ. ഊബർ പോലുള്ള ആഗോള ഭീമനെ ഇന്ത്യയിൽ നേരിട്ട് തോൽപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല. പെട്രോൾ വാഹനങ്ങളുടെ കാലം കഴിയാറായി എന്നും ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകളുടെ കാലമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾ ഹബ്ബാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് 2017 ഓല ഇലക്ട്രിക് എന്ന കമ്പനി രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ എല്ലാവരും കരുതിയത് ഇതൊരു സാധാരണ സംരംഭം മാത്രമായിരിക്കും എന്നാണ്. എന്നാൽ 2020 ഭവീഷ് അഗർവാൾ നടത്തിയ ഒരു പ്രഖ്യാപനം ലോക ശ്രദ്ധ നേടി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ 500 ഏക്കർ സ്ഥലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ഫാക്ടറി നിർമ്മിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഇതിന് അദ്ദേഹം ഓല ഫ്യൂച്ചർ ഫാക്ടറി എന്ന് പേരിട്ടു. ഈ ഫാക്ടറിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സ്ത്രീകളായിരിക്കും. 10,000-ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരിടം. ഈ വാർത്ത വലിയൊരു മാർക്കറ്റിംഗ് സക്സസ് ആയിരുന്നു. മാധ്യമങ്ങൾ മുഴുവൻ ഓലയെ വാഴ്ത്തിപ്പാടി. ഓല ഇന്ത്യയുടെ ടെസ്ലയാകാൻ പോകുന്നു എന്ന് എല്ലാവരും ഉറപ്പിച്ചു. 2021 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓല അവരുടെ ആദ്യത്തെ സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്തു. ഓല S1, ഓല S1 Pro. ഇതിന്റെ ബുക്കിംഗ് തുടങ്ങിയ ദിവസം ചരിത്രമായി മാറി. വെറും 24 മണിക്കൂറിനുള്ളിൽ 1,00,000 ആളുകളാണ് 499 രൂപ നൽകി ഈ സ്കൂട്ടർ ബുക്ക് ചെയ്തത്. ഇന്ത്യയിലെ മറ്റൊരു വാഹന കമ്പനിക്കും ലഭിക്കാത്ത സ്വീകാര്യതയായിരുന്നു അത്. എന്തായിരുന്നു ഇതിന്റെ കാരണം? ഒന്നാമതായി അതിന്റെ ഡിസൈൻ. വളരെ മനോഹരമായ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈൻ ആയിരുന്നു ഓലയുടേത്. രണ്ടാമതായി അതിലെ ഫീച്ചേഴ്സ്. വലിയ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, മൊബൈൽ ഫോൺ പോലെ പ്രവർത്തിക്കുന്ന മൂവ് OS, പാട്ട് കേൾക്കാൻ സ്പീക്കേഴ്സ്, ഫോണിൽ സംസാരിക്കാൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതിവേഗം സഞ്ചരിക്കാൻ ഹൈപ്പർ മോഡ്, വണ്ടി പിന്നോട്ടെടുക്കാൻ റിവേഴ്സ് മോഡ്. ഇതെല്ലാം പോരാഞ്ഞ് ഡീലർഷിപ്പുകൾ വഴി അല്ലാതെ വണ്ടി നേരിട്ട് വീട്ടിലെത്തിക്കും എന്ന വാഗ്ദാനവും ഓല നൽകി. ഇടനിലക്കാരില്ലാത്ത സുതാര്യമായ ഒരു കച്ചവടം. ജനങ്ങൾ ആവേശത്തോടെ കാത്തിരുന്നു. എന്നാൽ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ടായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത്. വണ്ടി റോഡിൽ ഇറങ്ങിയതോടെ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര തുടങ്ങി. ആദ്യം വന്നത് ഡെലിവറി ഡിലേസ് ആണ്. പറഞ്ഞ സമയത്ത് ആർക്കും വണ്ടി കിട്ടിയില്ല. ചിപ്പുകളുടെ ക്ഷാമമാണെന്ന് കമ്പനി പറഞ്ഞെങ്കിലും ഉപഭോക്താക്കൾ അക്ഷമരായി. മാസങ്ങളോളം കാത്തിരുന്നാണ് പലർക്കും വണ്ടി ലഭിച്ചത്. വണ്ടി കിട്ടിയവർക്കോ അവർക്ക് ലഭിച്ചത് പൂർണ്ണമല്ലാത്ത ഉൽപ്പന്നമായിരുന്നു. ലോഞ്ച് ഇവന്റിൽ വാഗ്ദാനം ചെയ്ത പല ഫീച്ചേഴ്സും, ഉദാഹരണത്തിന് ക്രൂയിസ് കൺട്രോൾ, ഹിൽ ഹോൾഡ് തുടങ്ങിയവ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി തരാമെന്നായിരുന്നു മറുപടി. കൂടാതെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമായിരുന്നു. ബോഡി പാർട്സുകൾക്കിടയിലുള്ള വിടവുകൾ, പെയിന്റ് പോകുന്ന അവസ്ഥ, സോഫ്റ്റ്വെയർ ഹാങ് ആകുന്നത്, ഇങ്ങനെ 100 കണക്കിന് പരാതികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഓലയെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയത് സുരക്ഷാ പ്രശ്നങ്ങളാണ്. ഇതിൽ ഏറ്റവും ഗൗരവകരമായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തീപിടുത്തം. പൂനെയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓല S1 Pro സ്കൂട്ടർ അപ്രതീക്ഷിതമായി കത്തി നശിക്കുന്ന വീഡിയോ വൈറലായി. ഇത് ജനങ്ങളിൽ വലിയ ഭീതിയുണ്ടാക്കി. ലിഥിയം അയൺ ബാറ്ററി സുരക്ഷിതമാണോ എന്ന ചോദ്യം ഉയർന്നു. തെലങ്കാനയിലും മറ്റും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2, ഫ്രണ്ട് ഫോർക്ക് ബ്രേക്കേജ്, അതായത് ഫ്രണ്ട് സസ്പെൻഷൻ തകരാർ. ഇതാണ് ഓലയെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയത്. ഓലയുടെ മുൻവശത്തെ സസ്പെൻഷൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. കുഴിയിൽ വീണാലോ സഡൻ ബ്രേക്ക് ഇട്ടാലോ മുൻ ചക്രം ഒടിഞ്ഞു തെറിക്കുന്ന അവസ്ഥ. ഇത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു. ആദ്യം ഓല ഇത് സമ്മതിക്കാൻ തയ്യാറായില്ല. ഉപഭോക്താക്കൾ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കമ്പനി കൈമലർത്തി. ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് ഡാറ്റ, ടെലിമെട്രി ഡാറ്റ അനുവാദമില്ലാതെ പുറത്തുവിട്ട് അവരെ കുറ്റപ്പെടുത്തി. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഒടുവിൽ ഗതികെട്ട് 2 ലക്ഷത്തോളം സ്കൂട്ടറുകൾ തിരിച്ചു വിളിച്ച് ഫ്രണ്ട് സസ്പെൻഷൻ സൗജന്യമായി മാറ്റി നൽകാൻ ഓല നിർബന്ധിതരായി. ഓലയുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉൽപ്പന്നമല്ല, മറിച്ച് അവരുടെ സർവീസ് ആയിരുന്നു. വണ്ടി വിൽക്കാൻ കാണിച്ച ആവേശം അത് റിപ്പയർ ചെയ്യാൻ അവർ കാണിച്ചില്ല. പരമ്പരാഗത ഡീലർഷിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ഓല സ്വന്തമായി സർവീസ് സെന്റേഴ്സ് തുടങ്ങേണ്ടി വന്നു. എന്നാൽ വിറ്റഴിച്ച ലക്ഷക്കണക്കിന് വണ്ടികൾക്ക് ആനുപാതികമായ സർവീസ് സെന്ററുകൾ അവർക്കുണ്ടായിരുന്നില്ല. സ്ഥിതി അതീവ ഗുരുതരമായി. ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുന്നു. ചെറിയൊരു സ്പെയർ പാർട്സ്, ഉദാഹരണത്തിന് ഒരു ബ്രേക്ക് ലിവർ അല്ലെങ്കിൽ സൈഡ് സ്റ്റാൻഡ് കിട്ടാൻ പോലും മാസങ്ങൾ കാത്തിരിക്കണം. സർവീസ് സെന്ററുകൾ നിറഞ്ഞു കവിഞ്ഞു. സ്ഥലമില്ലാത്തതുകൊണ്ട് ആയിരക്കണക്കിന് സ്കൂട്ടറുകൾ വെയിലും മഴയുമേറ്റ് പറമ്പുകളിൽ കൂട്ടിയിട്ടു. ഇത് കണ്ടാൽ ഒരു സ്കൂട്ടർ ശ്മശാനം പോലെ തോന്നിപ്പിച്ചു. കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല. എടുത്താൽ തന്നെ കൃത്യമായ മറുപടി ലഭിക്കില്ല. ജനങ്ങളുടെ ക്ഷമ നശിച്ചു.
പലരും തങ്ങളുടെ ഓല സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും വണ്ടിയിൽ ഓല വാങ്ങരുത് എന്ന് എഴുതി ഒട്ടിച്ചതും ഷോറൂമുകൾക്ക് മുൻപിൽ പ്രതിഷേധിക്കുന്നതും നാം കണ്ടു. ഒരു കസ്റ്റമർ തന്റെ വണ്ടിക്ക് സർവീസ് കിട്ടാത്ത ദേഷ്യത്തിൽ ഷോറൂമിന് തീയിട്ട സംഭവം വരെ കർണാടകയിലുണ്ടായി. 2024 ഓഗസ്റ്റിൽ ഓല ഇലക്ട്രിക് ഓഹരി വിപണിയിൽ പ്രവേശിച്ചു. 76 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി വില 157 രൂപ വരെ ഉയർന്നു. കമ്പനിയുടെ മൂല്യം കോടികളായി. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. യാഥാർത്ഥ്യം വിപണിയെ തിരിച്ചടിച്ചു. 2024 തുടക്കത്തിൽ 50% വിപണി വിഹിതം ഉണ്ടായിരുന്ന ഓല 2025 ആയപ്പോഴേക്കും 11-12% കൂപ്പുകുത്തി. ഓലയുടെ പ്രശ്നങ്ങൾ മുതലെടുത്ത് TVS, ബജാജ്, എയ്ത്തർ എന്നീ കമ്പനികൾ ശക്തമായി തിരിച്ചു വന്നു. വിശ്വസ്തമായ സർവീസും ഗുണമേന്മയുള്ള വണ്ടികളും നൽകി അവർ ജനങ്ങളെ കയ്യിലെടുത്തു. 2025 നവംബറിലെ കണക്കുകൾ പ്രകാരം വിൽപ്പനയിൽ ഓല 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഹീറോ മോട്ടോർകോർ പോലും ഓലയെ മറികടന്നു. ഓഹരി വില 157 നിന്ന് 40 രൂപയിലേക്ക് താഴ്ന്നു. നിക്ഷേപകർക്ക് വൻ നഷ്ടം സംഭവിച്ചു. ഉപഭോക്താക്കളുടെ പരാതികൾ 10,000 കടന്നപ്പോൾ സർക്കാർ ഇടപെട്ടു. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA ഓലയ്ക്ക് ഷോക്കോസ് നോട്ടീസ് അയച്ചു. സർവീസ് സെന്ററുകളിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 99% പരാതികളും പരിഹരിച്ചുവെന്ന് ഓല അവകാശപ്പെട്ടപ്പോൾ യാഥാർത്ഥ്യം നേരെ മറിച്ചായിരുന്നു. ഓല ഇലക്ട്രിക്കിന്റെ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. വെറും മാർക്കറ്റിംഗ് കൊണ്ടോ ഹൈപ്പ് കൊണ്ടോ മാത്രം ഒരു ബിസിനസ് വിജയിക്കില്ല. ഉൽപ്പന്നത്തിന് ഗുണമേന്മയുണ്ടെങ്കിൽ മാത്രമേ ജനം അത് സ്വീകരിക്കൂ. വണ്ടി വിൽക്കുന്നത് ബിസിനസിന്റെ തുടക്കം മാത്രമാണ്. ആഫ്റ്റർ സെയിൽ സർവീസാണ് ഉപഭോക്താവിന്റെ വിശ്വാസം നിലനിർത്തുന്നത്. കസ്റ്റമറുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിക്കാനും തയ്യാറാകണം. സോഷ്യൽ മീഡിയയിൽ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഭവിഷ് അഗർവാൾ ഇപ്പോൾ ഹൈപ്പർ സർവീസ് എന്ന പുതിയ പദ്ധതിയുമായി തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. സർവീസ് സെന്ററുകളുടെ എണ്ണം കൂട്ടാനും ടെക്നീഷ്യന്മാരെ പരിശീലിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു. റോഡ്സ്റ്റർ പോലുള്ള പുതിയ ഇലക്ട്രിക് ബൈക്കുകൾ വിപണിയിൽ ഇറക്കുന്നു. ഓല തിരിച്ചു വരുമോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ചരിത്രത്തിൽ ഓല ഇലക്ട്രിക് ഒരു വലിയ പാഠമായി അവശേഷിക്കും. സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കാനുള്ള കരുതലില്ലെങ്കിൽ ആ സ്വപ്നം ഒരു ദുസ്വപ്നമായി മാറും. എല്ലാവർക്കും നന്ദി.